my dear friends, how are you? How's it going on? First of all, we wish you a happy new year. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സബ്ജക്ട്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സബ്ജക്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുക. അതായത് ഉദാഹരണത്തിന് ഞാൻ കോഴിക്കോട് പോയി. ഈ കോഴിക്കോട് പോയി എന്ന പ്രവർത്തനം ആരാണ് ചെയ്യുന്നത്? ഞാൻ, അല്ലേ? അപ്പം ഞാനാണ് ഇവിടെ സബ്ജക്റ്റ്. എന്നാൽ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. കമോൺ. ആദ്യം നമുക്ക് ഹീ എടുക്കാം. ഹീ എന്ന് വെച്ചാൽ എന്താണ്? അവൻ, അയാൾ, അദ്ദേഹം. അതായത് ഈ മലയാളത്തിൽ പുരുഷന്മാരെ നമ്മൾ വ്യത്യസ്തമായ പേരുകളിലാണ് വിളിക്കാറ്. അതായത് ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ അവൻ എന്ന് വിളിക്കും. എന്നാൽ കുറച്ചും കൂടെ മുതിർന്ന ആളാണെങ്കിൽ അവരെ അയാൾ എന്ന് വിളിക്കും. എന്നാൽ കുറച്ചും കൂടെ വലിയ ആളാണെങ്കിൽ, അതായത് നമ്മളെ ഓഫീസേഴ്സോ മുതിർന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ അദ്ദേഹം എന്ന് വിളിക്കും, അല്ലേ? ആ വാക്കുകൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വാക്കാണ് വരിക. അതാണ് ഹി. ഉദാഹരണത്തിന് ഹി ഇസ് എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടറാണ്. അയാൾ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഈ മൂന്ന് സെന്റൻസും ഒറ്റ വാക്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അതാണ് ഹി ഇസ് എ ഡോക്ടർ. അടുത്ത നമുക്ക് എന്തെടുക്കാം? ഹിം എടുക്കാം, അല്ലേ? ഹിമ്മിന്റെ മീനിങ് എന്താണ്? അവനെ, അദ്ദേഹത്തെ, അയാളെ. ഇതും മുകളിൽ പറഞ്ഞ പോലെ തന്നെ അവനെ, അദ്ദേഹത്തെ, അയാളെ. അതിനും ഹിം എന്ന് മാത്രമാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഐ കോൾഡ് ഹിം. ഞാൻ അവനെ വിളിച്ചു. ഞാൻ അയാളെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അടുത്ത നമുക്ക് എന്തെടുക്കാം? ഹിസ് എടുക്കാം, അല്ലെ? ഹിസിന്റെ മീനിങ് എന്താണ്? അവന്റെ, അദ്ദേഹത്തിന്റെ, അയാളുടെ. ഇതും മുകളിൽ പറഞ്ഞ പോലെ തന്നെ അവന്റെ, അദ്ദേഹത്തിന്റെ, അയാളുടെ. ഇതിന് മൂന്നും ഹിസ് എന്ന് മാത്രമാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഹിസ് കാർ. അതായത് അത് അയാളുടെ കാറാണ്, അത് അവന്റെ കാറാണ്, അത് അദ്ദേഹത്തിന്റെ കാറാണ്. മൂന്നും ഒന്നാണ്. അടുത്ത നമുക്ക് എന്തെടുക്കാം? ദേ എടുക്കാം, അല്ലെ? ദേന്റെ മീനിങ് എന്താണ്? അവർ. അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ ദേ എന്ന് വിളിക്കും. അപ്പം ഉദാഹരണത്തിന് ദേ കോൾഡ് മീ. അവർ എന്നെ വിളിച്ചു. ഓക്കെ. അടുത്തത് ദെയർ എടുക്കാം, അല്ലെ? ദെയറിന്റെ മീനിങ് എന്താണ്? അവരുടെ. ഉദാഹരണത്തിന് അത് അവരുടെ കാറാണ്. ദാറ്റ് ഇസ് ദെയർ കാർ. ഓക്കെ. അടുത്ത നമുക്ക് എന്തെടുക്കാം? ദെം എടുക്കാം, അല്ലെ? ദെമ്മിന്റെ മീനിങ് എന്താണ്? അവരെ. അവരെ ഞാൻ അടിച്ചു. ഐ beat them. അടുത്ത നമുക്ക് എന്തെടുക്കാം? ഷീ എടുക്കാം, അല്ലെ? ഷീന്റെ മീനിങ് എന്താണ്? അവൾ, അല്ലെ? അതായത് ഇപ്പൊ നമ്മളെ ഉമ്മമാര് നമ്മൾ ഷീ എന്ന്, അതായത് അവൾ എന്ന് വിളിക്കൂലോ. അപ്പൊ നമ്മൾ അവർ എന്ന് വിളിക്കാറുണ്ട്. എന്ന് വിചാരിച്ച് നമ്മൾ തേ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഷീ എന്നതാണ് അവിടെ ബഹുമാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഷീ കോൾഡ് മീ. അവൾ എന്നെ വിളിച്ചു. അടുത്ത നമുക്ക് എന്തെടുക്കാം? ഹെർ എടുക്കാം, അല്ലെ? ഹെറിന്റെ മീനിങ് എന്താണ്? അവളെ, അവളുടെ. അതായത് ദാറ്റ് ഇസ് ഹെർ കാർ. അത് അവളുടെ കാറാണ്. അവളെ എന്നതിന്റെ ഉദാഹരണത്തിന് ഐ കോൾഡ് ഹെർ. ഞാൻ അവളെ വിളിച്ചു. അടുത്ത നമുക്ക് എന്തെടുക്കാം? യു എടുക്കാം, അല്ലെ? യുവിന്റെ മീനിങ് എന്താണ്? നീ, നിങ്ങൾ. ഇവിടെയും നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ യു എന്ന് വിളിക്കും. അതായത് ഉദാഹരണത്തിന് യു ഷുഡ് ക്ലീൻ യുവർ സ്റ്റഫ്. നിന്റെ സാധനങ്ങൾ നിങ്ങൾ വൃത്തിയാക്കണം. അടുത്തത് നമുക്ക് എന്തെടുക്കാം? യുവർ എടുക്കാം, അല്ലെ? യുവർ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ, നിന്റെ. അടുത്തത് നമുക്ക് എന്തെടുക്കാം? യുവർ എടുക്കാം, അല്ലെ? യുവറിന്റെ മീനിങ് എന്താണ്? നിന്റെ, നിങ്ങളുടെ. ഇതും അവരുടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആണിതും. ഉദാഹരണത്തിന് ഇസ് ദാറ്റ് യുവർ കാർ. അത് നിന്റെ കാറാണോ? അല്ലെങ്കിൽ അത് നിങ്ങളുടെ കാറാണോ എന്ന് നമുക്ക് ചോദിക്കാം. അടുത്ത നമുക്ക് എന്തെടുക്കാം?
വി എടുക്കാം അല്ലെ. വിന്റെ മീനിങ് എന്താണ്? ഞങ്ങൾ. അതായത് നമ്മളും വേറെ ആൾക്കാരും കൂടി ചേരുമ്പോഴാണ് വി എന്ന് നമ്മൾ പറയുക. ഓക്കെ, വി. ഉദാഹരണത്തിന് വി കോൾഡ് ദി അതേഴ്സ്, മറ്റുള്ളവരെ ഞങ്ങൾ വിളിച്ചു. അടുത്തത് നമുക്ക് എന്തെടുക്കാം? അസ് എടുക്കാം അല്ലെ. അസ് എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങളെ. They called us, ഞങ്ങളെ അവർ വിളിച്ചു. ഇതും സെയിം ആയിട്ട് സിമ്പിൾ ആണ്. അടുത്തത് നമുക്ക് എന്തെടുക്കാം? അവർ എടുക്കാം അല്ലെ. അവർ എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങളുടെ. That is our car, അത് ഞങ്ങളുടെ കാറാണ്. അടുത്തത് നമുക്ക് എന്തെടുക്കാം? ഐ എടുക്കാം അല്ലെ. അതിന്റെ മീനിങ് എന്താണ്? ഞാൻ. അതിപ്പോ എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് ഇനി നമുക്ക് ആദ്യം ഉപയോഗിച്ച അത് തന്നെ പറയാം. ഉദാഹരണം, ഐ വെന്റ് ടു കോഴിക്കോട്, ഞാൻ കോഴിക്കോടിലേക്ക് പോയി. അടുത്തത് നമുക്ക് എന്തെടുക്കാം? മൈ എടുക്കാം അല്ലെ. മൈന്റെ മീനിങ് എന്താണ്? എൻ്റെ. എന്താണ്? എൻ്റെ. ദാറ്റ് ഈസ് മൈ കാർ, അതെൻ്റെ കാറാണ്. അടുത്തത് നമുക്ക് എന്തെടുക്കാം? മീ എടുക്കാം അല്ലെ. മീന്റെ മീനിങ് എന്താണ്? എന്നെ. They were about to kill me, അവർ എന്നെ കൊല്ലാൻ അടുത്തിരുന്നു. അടുത്തത് നമുക്ക് എന്തെടുക്കാം? ഇറ്റ് എടുക്കാം അല്ലെ. ഇറ്റിന്റെ മീനിങ് എന്താണ്? ഇത്, ഇതിന്റെ. അതായത് ഇറ്റ് ഇസ് എ ഡോഗ്, അതൊരു ഡോഗാണ്. അതായത് ഇതൊരു ഡോഗാണ്. അടുത്തത് നമുക്ക് എന്തെടുക്കാം? ദിസ് എടുക്കാം അല്ലെ. ദിസിന്റെ മീനിങ് എന്താണ്? ഇത്. ഇത് നമ്മൾ ഇറ്റ് പറഞ്ഞ പോലെ ഇതെന്ന് വരുന്നു. അതായത് അടുത്തുള്ള സാധനത്തിന് നമ്മൾ ഇത് എന്ന് പറയും. ദിസിന്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ദിസ് ഇസ് എ കാർ, ഇതൊരു കാറാണ്. അടുത്തത് നമുക്ക് എന്തെടുക്കാം? ദാറ്റ് എടുക്കാം അല്ലെ. ദാറ്റിന്റെ മീനിങ് എന്താണ്? അത്. ദാറ്റ് ഇസ് എ കാർ, അതൊരു കാറാണ്. അടുത്തത് നമുക്ക് എന്തെടുക്കാം? ഹിയർ എടുക്കാം അല്ലെ. ഹിയറിന്റെ മീനിങ് എന്താണ്? ഇവിടെ. അതായത് they came here, ഉദാഹരണത്തിന് they came here, അവരിവിടെ വന്നു. അടുത്തത് നമുക്ക് എന്തെടുക്കാം? there എടുക്കാം അല്ലെ. there എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ അവരുടെ എന്നല്ല, ഇതിൻ്റെ അകത്ത് സ്പെല്ലിങ് മാത്രമാണ് വ്യത്യാസം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. there, അവിടെ എന്നാണ് വരുന്നത്. അർത്ഥം മാറ്റം വരുന്നുണ്ട്. there, അവിടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സബ്ജക്ട്സിനെ പറ്റിയല്ലേ പഠിച്ചത്. എല്ലാവരും നല്ലോണം പഠിക്കണേ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.